വീട്ടമ്മയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് 2 പവൻ തൂക്കം വരുന്ന മാല മോഷ്ടിച്ചതായി പരാതി. മണ്ണത്തൂർ സ്വദേശി സരിതയുടെ കഴുത്തിലെ മാലയാണ് ജോലിക്ക് പോകുമ്പോഴേക്കും ഒളിച്ചിരുന്ന കള്ളൻ വലിച്ചു പൊട്ടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മൂവാറ്റുപുഴ ഡെൻകെയർ ലാബിൽ ജോലി ചെയ്തു വരുന്ന സരിത വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് പോകും വഴിയാണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെ 5:30 ആടുപാറയിൽ കോളനിയിലെ വീട്ടിൽ നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ വഴിയരികിൽ പതിയിരുന്ന മോഷ്ടാവ് പിന്നിൽ നിന്നും ഓടിയെത്തി മുഖത്ത് മുളകുപൊടി വിതറിയ ശേഷം മാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് സാർമാരോട് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പാട് കഴിച്ചു. ഞാൻ എൻ്റെ പിള്ളേരെ എന്തോരം പട്ടിണി ആയാലും കൊണ്ടാക്കി പറിക്കുന്നതാണ്. കെട്ടിയവനുമില്ല, ഈ കുഞ്ഞു കൊച്ചുങ്ങളായിരുന്നു. എൻ്റെ കെട്ടിയവൻ മരിക്കുമ്പോൾ പിള്ളേർ കുഞ്ഞായിരുന്നു. ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എൻ്റെ പോയ മുതലിന് 1 രൂപയ്ക്ക് പോലും കളങ്കമില്ലാത്തൊരു പൈസയാണ് പോയത്. കാരണം എനിക്ക് അത്രമാത്രം എനിക്കറിയാം. ശരിക്കും ഞാൻ കഷ്ടപ്പാട് തീർത്ത് അനുഭവിച്ച ഒരാളാണ്. അല്പസമയത്തെ മൽപ്പിടുത്തത്തിന് ശേഷമാണ് മോഷ്ടാവ് മാലയുമായി കടന്നു കളഞ്ഞത്. മൽപ്പിടുത്തത്തിനിടയിൽ റോഡിൽ വീണ സരിതയുടെ നെറ്റിയിലും കാൽമുട്ടുകൾക്കും പരിക്കേറ്റിരുന്നു. സരിതയുടെ മുഖത്തേക്ക് മുളകുപൊടി വലിച്ചെറിഞ്ഞെങ്കിലും മുഖത്ത് കണ്ണടയുള്ളതിനാൽ മുളകുപൊടി കണ്ണിൽ വീണിരുന്നില്ല. സരിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിൽ മാലയുടെ കുറച്ചുഭാഗം സരിതയുടെ വസ്ത്രത്തിൽ കുരുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. അയൽവാസികൾ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. മോഷ്ടാവ് ഒളിച്ചിരുന്നു എന്ന് കരുതുന്ന സ്ഥലത്ത് മുളകുപൊടി വീണുകിടക്കുന്നതായി കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ വീടുകളിലെ CCTV ക്യാമറകളിൽ നിന്നും കൂത്താട്ടുകുളം പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വഴിവിളക്കുകൾ തെളിയാതിരുന്നതും മോഷ്ടാവിന് സഹായകരമായി എന്നും സരിത പറയുന്നു. 24 കൊച്ചി. കൂലിപ്പണിയെടുത്ത് മിച്ചം വെച്ചതുകൊണ്ട് വാങ്ങിയ മാലയാണ് പോലീസുകാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കണം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.